ഇഡി കുറ്റപത്രം സമർപ്പിച്ച കരുവന്നൂർ കള്ളപ്പണക്കേസിൽ മുൻ മന്ത്രിമാരായ AC മൊയ്തീനും K രാധാകൃഷ്ണനും കോടതി നോട്ടീസ് അയക്കും. രണ്ടാം ഘട്ട കുറ്റപത്രത്തിലുള്ള 28 പ്രതികളും വിചാരണ കോടതിയായ കലൂർ PMLA കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കണം. കേസിൽ ആകെ 83 പ്രതികളാണുള്ളത്. എല്ലാ പ്രതികൾക്കും കുറ്റപത്രത്തിന്റെ പകർപ്പ് പെൻഡ്രൈവിലാക്കി നൽകും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം കോടതി കുറ്റപത്ര ഫയലിൽ സ്വീകരിക്കും. നിഷ ദിലീപ് ചേരുന്നു. നിഷ, എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ ഇന്നെതിരുണ്ടാവുക? വീണ, കുറ്റപത്രത്തിന്റെയും അനുബന്ധമായി സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെയും ഒക്കെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായ ശേഷമാണ് കേസിലെ രണ്ടാം ഘട്ട പ്രതികളായ മുൻ മന്ത്രിമാരായ AC മൊയ്തീനും K രാധാകൃഷ്ണനും ഒപ്പം തന്നെ തൃശൂരിലെ മുൻ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് അടക്കമുള്ള 28 പേർക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇവർ കലൂരിലെ PMLA കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യമെടുക്കണമെന്നതാണ് വ്യവസ്ഥ. എന്തായാലും ഈ കേസിലാകെ 83 പ്രതികളാണുള്ളത്. ഇതിൽ സ്ഥാപനങ്ങളടക്കമുള്ള 55 പേർ നേരിട്ട് ഹാജരായി ജാമ്യമെടുത്തിരുന്നു. കേസിലെ അനുബന്ധ രേഖകളുടെയൊക്കെ സൂക്ഷ്മ പരിശോധനകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഡിജിറ്റലായി കുറ്റപത്രം സമർപ്പിക്കാനും കോടതി അനുവാദം നൽകിയിരുന്നു. നേരത്തെ ഈ കേസിലെ 28 പേരും നേരിട്ട് ഹാജരാവണം. ഇതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 22ാം ഘട്ട കുറ്റപത്രത്തിലുള്ള 28 പേരോടും നേരിട്ട് ഹാജരാവാനായി കോടതി സമൻസ് അയക്കാനുള്ള നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. ഒപ്പം ഈ 55 സ്ഥാപനങ്ങൾ ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 55 സ്ഥാപനങ്ങളടക്കമുള്ളവർ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തിരുന്നു. ആദ്യഘട്ട കുറ്റപത്രം 25,000 പേജുള്ള ആദ്യഘട്ട കുറ്റപത്രം കേസിലെ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ള 28 പേർക്ക് നൽകും. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിലെ ആദ്യഘട്ടത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ രണ്ടാം ഘട്ട കുറ്റപത്രം 5,000 പേജുള്ളതാണ്. ഇവയുടെയും കോപ്പി നൽകും. ഡിജിറ്റലായി കുറ്റപത്രം സമർപ്പിക്കാനായി കോടതി നേരത്തെ അനുവാദം നൽകിയിരുന്നു. കുറ്റപത്രത്തിന്റെ പകർപ്പ് അടക്കം ഡിജിറ്റലായി പെൻഡ്രൈവിൽ ഈ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. വീണ. ശരി നിഷ.